വിനോദ്, നമ്മൾ നേരത്തെ സംസാരിച്ചു തിരുവനന്തപുരം നഗരത്തിന്റെ മുഖഛായ മാറ്റും എന്നുള്ള പ്രഖ്യാപനമൊക്കെ അതിന് ഒരു ഊർജ്ജം പകരുക എന്നുള്ള ഒരു ലക്ഷ്യം ഈ സന്ദർശനത്തിന്, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഏതാണ്ട് 10:15 ആരംഭിക്കുന്ന റോഡ് ഷോ ആണ്. അപ്പോൾ ഈ ദിവസത്തെ എത്രമാത്രം ആവേശകരമാക്കാൻ പറ്റുമോ പരമാവധി അത് ആഘോഷിക്കുക എന്നുള്ള മട്ടിൽ തന്നെയായിരിക്കും BJP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുമപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ വിനോദ് സൂചിപ്പിച്ചു 2020 അത് ഔദ്യോഗികമായി ഇന്ന് 2020 നേതൃത്വം NDAയുടെ ഭാഗമാകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദർശനം എന്നുകൂടി ഇതിനെ കാണണം. എന്തൊക്കെയാണ് അത്തരത്തിൽ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ട്? ഈ NDA എന്ന മുന്നണി വിപുലീകരിക്കുന്നതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കേരളത്തിൽ ഏത് വിധേനയും പരമാവധി സീറ്റ് നേടുക എന്നുള്ള ഒരു തരത്തിൽ മിഷൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പശ്ചാത്തലമാക്കി നോക്കുമ്പോൾ ഈ സന്ദർശനത്തെ എങ്ങനെ കാണണം വിനോദ്? എന്തോ തീർച്ചയായും എന്തോ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇലക്ഷന് തൊട്ട് മുൻപുള്ള പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല എന്തോ 2 മണിക്കൂർ മാത്രമാണ് ഇന്ന് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി ചെലവഴിക്കുന്നത്. 10 മണിക്കാണ് അദ്ദേഹം ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ ഈ 2 മണിക്കൂർ സമയം കൊണ്ട് BJP അവരുടെ പ്രൊപ്പഗണ്ട കൃത്യമായി അവതരിപ്പിക്കും, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്നത് വളരെ വ്യക്തമാണ്. മാത്രമല്ല തലസ്ഥാനം തിരുവനന്തപുരം ജില്ല BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നൊരിടമാണ്. അവിടെ നഗരസഭ പിടിക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 35 വർഷത്തിലധികമായി തുടർന്ന LDF ഭരണം അവസാനിപ്പിച്ചാണ് BJP തിരുവനന്തപുരം നഗരത്തിൽ അധികാരത്തിലെത്തുന്നത്. ഇത് ചെറിയ ആഹ്ലാദമല്ല BJPക്ക് നൽകിയിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരസഭ പിടിച്ചു എന്നതാണ്. കേരളത്തിൽ LDF ഭരിച്ചിരുന്ന, ഇടതുപക്ഷം ഭരിച്ചിരുന്ന നഗരസഭ പിടിച്ചു എന്ന കാര്യം അദ്ദേഹം വലിയ ആവേശത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലാണ്. അങ്ങനെ രാജ്യത്താകമാനം ഈ ഒരു നേട്ടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമിത്ഷാ നേരത്തെ കേരളത്തിൽ എത്തിയിരുന്നെങ്കിലും അദ്ദേഹം കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അമിത്ഷാ നൽകിയത്. പക്ഷേ ഒരു പ്രഖ്യാപനങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 തീവണ്ടികളാണ്, 6 ട്രെയിനുകളുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്ന, ഫ്ളാഗ് ഓഫാണ് നടക്കുന്നത്. അതിൽ പുതിയ ട്രെയിനുകൾ കേരളത്തിന് ലഭിക്കുന്നത് തിരുവനന്തപുരം താമരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു എന്നീ അമൃത് ഭാരത് ട്രെയിനുകളാണ് കേരളത്തിനായി അനുവദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചറുണ്ട്. നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ട ഒരു കാര്യം 3 അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചപ്പോൾ ഇത് രണ്ടും തുടങ്ങുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരം താമരവും തിരുവനന്തപുരം ഹൈദരാബാദും. മറ്റൊരു ട്രെയിനാകട്ടെ നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് മംഗലൂരുവിലേക്കാണ്. അതായത് തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള തമിഴ്നാടിലെ നഗരമാണ് നാഗർകോവിൽ. നാഗർകോവിലിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വഴി മംഗലൂരുവിലേക്ക് പോകുന്ന 3ാമത്തെ അമൃത് ഭാരത് ട്രെയിൻ. അങ്ങനെ തിരുവനന്തപുരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ഈ റെയിൽവേയുടെ ചടങ്ങിന് വലിയ പ്രാധാന്യം തിരുവനന്തപുരത്തുണ്ട്. ഇത് നമ്മൾ ചരിത്രം കൂടി പരിശോധിക്കുമ്പോഴാണ് രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലേക്ക് കൂടുതൽ തീവണ്ടികൾ അനുവദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു, ട്രെയിനുകൾ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന്റെ മെച്ചം പിന്നീട് BJPക്ക് ഉണ്ടാവുകയും ചെയ്തു. രാജഗോപാൽ നിയമത്തിൽ ജയിച്ചത് മാത്രമല്ല, അദ്ദേഹം ഒരു തവണ ശശി തരൂരിനോട് ഏറ്റുമുട്ടുമ്പോൾ 2014 അദ്ദേഹം മത്സരിക്കുമ്പോൾ കഷ്ടിച്ച് 14,000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാജയം. അതായത് വിജയത്തിന് തൊട്ടടുത്ത് രാജഗോപാൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ BJPക്ക് അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കിയത് ട്രെയിനുകൾ അനുവദിച്ചതും പുതിയ ട്രെയിനുകൾ അനുവദിച്ചതുമൊക്കെയാണ്. അന്ന് വലിയ വിമർശനം അന്നത്തെ UPA സർക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആ സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന്, ഒന്നാം UPAയുടെ 2ാം UPA സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് കാര്യമായ പിന്തുണ കേരളത്തിന് ലഭിച്ചില്ല. ഏതാണ്ട് 10-നടുത്ത് മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ആയി അത്രയധികം ആളുകൾ ഉണ്ടായിട്ടും കേരളത്തിന് കാര്യമായ മെച്ചമുണ്ടായില്ല എന്ന ആക്ഷേപമൊക്കെ BJP ഉയർത്തുകയും ഒരു വശത്ത് ഇങ്ങനെ ട്രെയിനുകൾ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന നിലയുണ്ടായി. അതിന്റെ ഗുണം BJPക്ക് തിരുവനന്തപുരത്ത് ഉണ്ടായി. അത് ക്രമാനുഗതമായി അവർ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 ട്രെയിനുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ മാത്രമായി അതിൽ 3 തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ തൊട്ടടുത്ത നഗരത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളാണ്. 2 തിരുവനന്തപുരത്ത് നിന്ന് തന്നെ യാത്ര ആരംഭിക്കുന്ന ട്രെയിനുകളാണ്. അങ്ങനെ അമൃത് ഭാരത് എക്സ്പ്രസുകൾ
അനുവദിക്കപ്പെടുമ്പോൾ വലിയ പരിഗണന കേരളത്തിന് നൽകുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് നൽകുന്നു. മറ്റ് 2 ട്രെയിനുകൾ നാഗർകോവിൽ ചെർളാപ്പള്ളി കോയമ്പത്തൂർ ധൻബാദ് ഈ 2 ട്രെയിനുകളും അനുവദിച്ചിട്ടുള്ളത് തമിഴ്നാടിനാണ്. ആ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും ഇന്നത്തെ ഈ ചടങ്ങിൽ തന്നെയാണ് നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റ് ബൃഹത് പദ്ധതികളുടെ പ്രഖ്യാപനം അത് എന്ത് എന്നത് തന്നെയാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കാണാനാണ് അതെ അതെ ഞാൻ കൊല്ലത്ത് നിന്ന് വന്നതാണ്. അതിരാവിലെ പ്രധാനമന്ത്രി കാണാനായിട്ട് തന്നെ അതിനുവേണ്ടി മാത്രം വന്നതാണ്. എന്താണ് വലിയ പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നത്? ഇവരെ ഉണ്ട് പ്രഖ്യാപനമൊക്കെ ഒരുപാട് ഉണ്ടാവും, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭ പിടിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹം 1 മാസം തികയുന്നതിന് മുമ്പ് വരികയാണ്. ഈ തിരഞ്ഞെടുപ്പിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണല്ലോ. BJP പ്രവർത്തകർക്കൊക്കെ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട്? അത് നല്ല ആത്മവിശ്വാസമാണ് ഉള്ളത്. ഇത് നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്നത്, ഇതൊരു തുടക്കമാണ്. അപ്പൊ ആ തരത്തിൽ വലിയ ആത്മവിശ്വാസം പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിരവധിയായ സ്ത്രീകളും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. കാരണം തിരുവനന്തപുരം നഗരസഭ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി വരുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്കം, BJP ക്യാമ്പയിന്റെ ഒരു തുടക്കമായി ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ മാറ്റാനുള്ള എല്ലാ നടപടികളുണ്ട്. മാത്രമല്ല എൽദോ നേരത്തെ പറഞ്ഞതുപോലെ 2020 ഒരുപക്ഷെ എറണാകുളം ജില്ലയിലാണ് അവർക്ക് കൂടുതൽ സ്വാധീനമെങ്കിലും പല സ്ഥലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ഇടങ്ങളിലായി അവർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും 2020 NDAയുടെ ഭാഗമാകുന്നു എന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഒരുപക്ഷെ വളരെ അതീവ രഹസ്യമായി ഇന്നലെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് ആർക്കും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. 2020 NDAയിലേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചനകളും പുറത്തു വന്നിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു. അതിന്റെ ഒരു ഔദ്യോഗികമായ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ പോകുന്നു. അങ്ങനെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംവിധാനം ഒരുപക്ഷെ ഇടത് വലത് മുന്നണികളുമായി എല്ലാ കാലവും ഏറ്റുമുട്ടി നിന്ന പഞ്ചായത്തൊക്കെ ഭരിക്കാൻ കഴിഞ്ഞ ആ തരത്തിലുള്ള 2020 NDAയിലേക്ക് വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ സമയം കാണേണ്ടതുണ്ട്. റൈറ്റ്. സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ റോഡ് ഷോ 10:15 ആരംഭിക്കും അല്ലെങ്കിൽ 10:30 ആരംഭിക്കും എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തകർക്കൊക്കെ വഴിനീളെ ഇങ്ങനെ കാത്തു നിൽക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കുന്നുണ്ടോ? ഇനി ഇതിനിടയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങാനൊക്കെ സാധ്യതയുണ്ടോ? എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മുൻകരുതലുകളും പ്രോട്ടോക്കോളൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത്? എൽദോ, അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു എന്നല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇറങ്ങില്ല. കാരണം അതീവ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു അണികൾക്ക് റോഡിൻ്റെ ഇരുവശവുമുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് അഭിവാദ്യം ചെയ്യാനുള്ളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ആ റോഡിലേക്ക് കടക്കാതിരിക്കാൻ എല്ലാ ഭാഗത്തും, അതായത് MG റോഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്രില്ലുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതമാണ്. കാരണം രാഷ്ട്രപതിയും മറ്റും, അതായത് ഇത്തരത്തിലുള്ള VVIPകൾ അടക്കം വരുന്ന സമയത്ത് ഈ റോഡുകളുടെ സൈഡുകളെല്ലാം ഈ ഗ്രില്ലുകൾ വെച്ച് അടക്കുന്നത്, അതായത് മറികടന്ന് കയറി വരാതിരിക്കാൻ വേണ്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.